ഒരു മതം പ്രതിക്കൂട്ടിലാകുമോ എന്ന് ഭയന്ന ആഗോള തീവ്രവാദത്തെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നില്ലേ? അതല്ലേ നമ്മൾ ആദ്യം എടുത്തു മാറ്റേണ്ടത്? ഞാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി, ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഈ നിമിഷം വരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോൾ എന്തിനും കയറി അപലപിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ എങ്കിലും നോക്കൂ, ഇത് നാഗ്പൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കലാപം നടക്കുന്നു. അത് പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത് അങ്ങോട്ടേക്ക് വ്യാപിക്കുന്നില്ല, അതിനെ അടിച്ചമർത്താൻ സാധിച്ചു. ഇന്നിപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് അവിടെ നിന്നാണ് ചിലരൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ളതാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് പോലൊരു പാർട്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു പാർട്ടി എപ്പോഴാണ് പ്രതികരിക്കേണ്ടത് എന്ന ഒരു തീരുമാനം എടുക്കേണ്ടത് ആ പാർട്ടിയുടെ അകത്തളങ്ങളിലുള്ള ആളുകൾ തന്നെയാണ്. തീർച്ചയായും ഈ വരുന്ന വിവരങ്ങൾ, ഇതിനകത്ത് വരുന്ന ഇപ്പോൾ വളരെ വൈകിയാണ് ബംഗ്ലാദേശ് ബന്ധം, നാഗ്പൂർ കലാപം ഉണ്ടായതായിട്ട് നമുക്ക് 2-3 ദിവസമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ആളുകൾക്ക് അറിവുള്ളതുമാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒരു ഊഹമുണ്ട്. പക്ഷേ അതിൽ ബംഗ്ലാദേശ് ബന്ധം എന്നത് യഥാർത്ഥത്തിൽ ഇതിന് മറ്റൊരു ഡയമെൻഷൻ നൽകുകയാണ്. അപ്പോൾ ആഗോള ഭീകരതയുടെ ഇരയാകുന്നു ഭാരതം ഒരിക്കൽ കൂടി. കാരണം ആഗോള ഭീകരതയുടെ ഇരയാണ് പല കാര്യങ്ങളും. ബോംബെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളത് എല്ലാം പാകിസ്ഥാനിലെ ഒരാൾ നടത്തിയ ആക്രമണമല്ല, അതിന് പിന്നിലൊക്കെ വലിയ ചിന്തകളുണ്ട്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനായി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഭരണപക്ഷത്തിൻ്റെ മാത്രം ഒരു പ്രതിരോധമല്ല വരേണ്ടത്. ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ, ആഗോള വിഷയങ്ങളിൽ, ഈ ആഗോള ഭീകരതയുടെ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിലാണ് സംസാരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ശശി തരൂർ പോഡ്കാസ്റ്റ് വലിയ വിവാദമായല്ലോ. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ വിദേശനയം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വിദേശനയമാണ്. ആരാണോ പ്രധാനമന്ത്രി, ആരാണോ അപ്പോഴത്തെ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് സ്വാഭാവികമായി ആ വിദേശനയത്തിന് നന്മകളുണ്ടെങ്കിൽ തിന്മകളുണ്ടെങ്കിലും ആ പേര് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ആ സെൻസിൽ തന്നെയാണ് ഭാരതം എടുത്ത നിലപാടുകളുടെ ഒരു അംഗീകാരം ഉക്രൈനും റഷ്യയും പറഞ്ഞു എന്നതാണ് ശശി തരൂർ പറഞ്ഞു വെച്ചത്. അത് വളരെ വലിയ വിവാദമായി നമ്മൾ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ദേശീയ സുരക്ഷയുടെ കാര്യത്തിലും വിദേശ നയത്തിൻ്റെ കാര്യത്തിലും 2 അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പ്രിൻസിപ്പിളാണ്, ഇതൊരു തത്വമാണ്, ജനാധിപത്യ വ്യവസ്ഥിതിയിലെ തത്വമാണ്. ആഭ്യന്തര നിലപാടുകളിൽ കടിച്ചു കീറാം. സാമ്പത്തിക രംഗത്തോടുള്ള സമീപനത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അതിശക്തമായിട്ട് വിമർശിക്കാം. പക്ഷേ ദേശീയ സുരക്ഷ അസ്ഥിരപ്പെടുന്നു എങ്കിൽ, ദേശീയ സുരക്ഷയ്ക്ക് അപകടം സംഭവിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് അത് വെളിയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളാകാം, ആഭ്യന്തരമായി ഉള്ള സംഘർഷങ്ങളാകാം, അതിന് വെളിയിൽ നിന്നുള്ള കരങ്ങളുടെ സഹായമുണ്ടാകാം. അങ്ങനെയുള്ള കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരിക്കത്തക്ക സൂചനകൾ ലഭിക്കുന്നു എങ്കിൽ ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ചുമതല എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണപക്ഷം എന്നുള്ളതല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഈ ഒരു വിഘടനവാദത്തെ, തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അതിൽ പോരായ്മകൾ ഉണ്ടായെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാം. അത് ഞാൻ പറയാം. എങ്ങനെ ഇവിടെ പറഞ്ഞിരുന്നത് തെളിച്ച് പറയാമല്ലോ. പ്രതിപക്ഷം എന്നുള്ളതല്ലോ, ശ്രീ സേനാപതി വേണുവിൻ്റെ പാർട്ടി തന്നെയാണല്ലോ കോൺഗ്രസ് വിമർശിക്കാം. എങ്ങനെയാണ്? ഒന്ന്, മഹാരാഷ്ട്ര പോലീസിൻ്റെ രഹസ്യ അന്വേഷണ സംവിധാനം അതെങ്ങനെ പരാജയപ്പെട്ടു? ഇങ്ങനെ ഒരു കലാപം ഉരുത്തിരിഞ്ഞു വരുന്നുവെങ്കിൽ അത് അറിയാനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ അറിയാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് ഇല്ലാതെ പോയി? തീർച്ചയായും വിമർശിക്കാം. ആ ഒരു ഭാഗത്ത് വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകാം. അങ്ങനെ ഒരു വിമർശനം ഉണ്ടായോ എന്ന് ഞാൻ കേട്ടില്ല, ഒരുപക്ഷെ ഞാൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. 2, പോലീസിന് മുൻകൂർ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന ഒരു നിഗമനം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് വഷളാകുന്നത് വരെ കാത്തുനിന്നു? അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത് ഏതെങ്കിലും പാർട്ടിക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് സ്റ്റേറ്റ് പോലീസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നോ? സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഭരണകക്ഷിയും തമ്മിൽ കൊളാബറേഷനിലായിരുന്നോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീർച്ചയായും കോൺഗ്രസിന് അവിടെ ഉന്നയിക്കാം. പോലീസിനെതിരെ അവിടെ വിമർശനം ഉന്നയിക്കാം. അപ്പോഴും അതിലൊരു സദ്ബുദ്ധി ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ആക്രമത്തെ തള്ളിപ്പറയുന്നു, ആക്രമം അടിച്ചമർത്താൻ പോലീസ്
പോലീസ് അമാന്തം കാട്ടി, അക്രമം മുൻകൂട്ടി തടയുന്നതിന് പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ക്രിയാത്മകമായ വിമർശനങ്ങളാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമായ കാര്യവുമാണ്. അത് വന്നിട്ടുള്ളത് ഞാൻ കണ്ടില്ല കാര്യമായി. എന്നാൽ ഇനിയുള്ള കാര്യമെന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥമാണ്. ഇതൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആയിട്ട് ഇതിനെ തുച്ഛീകരിക്കരുത്. ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ വോട്ട് ബാങ്കായിട്ട് കണ്ടുകൊണ്ട്, അത് ഭൂരിപക്ഷ സമുദായമാകട്ടെ ന്യൂനപക്ഷ സമുദായമാകട്ടെ ഒരു പ്രത്യേക പ്രദേശത്തെ ചില കമ്മ്യൂണിറ്റീസ് ആകട്ടെ, അതിനെ പെർമനൻ്റായ വോട്ട് ബാങ്കായി കാണുന്നിടത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പതനം. ഇത് വെളിയിലുള്ള ശക്തികൾക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രതിപക്ഷം ഭരണപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ കക്ഷികളുടെ ചിന്ത എന്ന് പറയുന്നത് പരമാവധി ഈ വർഗീയ പോളറൈസേഷനിലൂടെ നേട്ടമുണ്ടാക്കുക എന്നതാണ്. അത് പൊളിറ്റിസൈസേഷൻ ഓഫ് റിലിജ്യൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ പരിഗണനകളാകുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം ശിഥിലീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഈ പുതിയ പുനഃക്രമീകരിക്കപ്പെടുന്ന ലോകക്രമത്തിൽ നിർണായകമായൊരു സ്ഥാനത്തിലേക്ക് വരികയാണ് നമ്മുടെ രാജ്യം. ചരിത്രത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത അത്രത്തോളം പ്രാധാന്യമുണ്ടാകുന്നു. നമ്മുടെ 47 നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ വാക്കുകൾ നെഹ്റു എന്ന വ്യക്തി തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും. നെഹ്റു എന്ന വ്യക്തി ഭാരതത്തെക്കാൾ വലിയ ഉയരത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ നിറഞ്ഞു നിന്നു. ഭാരതത്തിൻ്റെ ശബ്ദം നെഹ്റുവിലൂടെ കേട്ടതുകൊണ്ട് മാത്രമാണ് അതുണ്ടായത്. അപ്പോൾ ഭാരതത്തിൻ്റെ വളർച്ച അപ്പോഴും ചെറിയ തോതിലുള്ള വളർച്ചയാണ് ഉണ്ടായത്. പക്ഷേ ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു ഭരണകൂടം, നേരത്തെ സേനാപതി വേണുവൊക്കെ പറഞ്ഞതുപോലെ, ഈ റഷ്യയിൽ നിന്നും ഉണ്ടായ ഒരു റഷ്യയിൽ സ്വീകരിച്ച ഒരു പഞ്ചവത്സര പദ്ധതിയൊക്കെ അതൊക്കെ ആവശ്യമായിരുന്നു. അന്നത്തെ സോഷ്യലിസ്റ്റ് ഒരു രീതികൾ അന്നത്തെ ശൈശവദശയിൽ ആവശ്യമായിരുന്നിരിക്കണം. അത് തീർച്ചയായിട്ടും ഭാരതത്തെ സ്റ്റെബിലൈസ് ചെയ്തു, സോളിഡിഫൈ ചെയ്തു. അതിൻ്റെ നേട്ടങ്ങളാണ് പിൽക്കാല കോൺഗ്രസ് ഗവൺമെൻറ്റുകളും നമ്മുടെ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ഗവൺമെൻറ്റുകളും എല്ലാം നേട്ടം കൊയ്തത്. അങ്ങനെ ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞപ്പോൾ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഇന്ത്യയുടെ സ്ഥാനം വളരെയധികം കൂടി. G20 എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ലയൺസ് ക്ലബ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉന്നത ശ്രേണിയിലുള്ള രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ശബ്ദമായി വന്നത് UPA സമയത്ത് 2008 എൻ്റെ 2008-2009 സമയത്താണ്. ആ സമയത്ത് G20 ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചു. അത് ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ലഭിച്ചില്ലായിരിക്കാം, പക്ഷേ G20 ഇന്ത്യയുടെ സ്വരം കേൾക്കാൻ തുടങ്ങി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്ത് നിന്ന് നരേന്ദ്ര അത് വസ്തുതാപരമായി ശരിയാണ്. ഇപ്പം വിതരണ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാകാം. പെർ ക്യാപിറ്റ ഇൻകം അധികം മുന്നോട്ട് പോകുന്നില്ല എന്നതിനെക്കുറിച്ച് ആക്ഷേപമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ 9ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് എത്തുന്നു. 2-3 വർഷത്തിനകം തന്നെ നമ്മുടെ 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു. തീരെ ചെറിയൊരു കാര്യമല്ല, അത് ഒരു കാര്യമാണ്. അത് തുച്ഛീകരിച്ച് കാണാനാവില്ല. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പേരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ചില സിവിലൈസേഷണൽ പവേഴ്സ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വളരാൻ വെമ്പുന്നത്. അതുകൊണ്ട് അതേ പാരമ്പര്യത്തെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണവും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ജാഗരൂകരായിരിക്കണം. ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷങ്ങളും അതിൽ ജാഗരൂകരായിരിക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.